സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കുറേ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ അങ്ങനെ അനുകരിക്കാൻ കഴിയുന്നതാണോ അവരുടെ ജീവിതം? പുറമെ നിന്ന് കാണുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയ താരങ്ങളുടെ ജീവിത രീതികൾ. കാസർഗോഡ് ആദൂർ സ്വദേശിനി രേഷ്മ എന്ന ചിന്നു പാപ്പുവിനെ ചിലർക്കെങ്കിലും പരിചയം കാണും. കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യുവതി. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം അവർക്ക് നിരവധി ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിന്നുവിൻ്റെ ആത്മഹത്യ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. ആസാദ് നഗറിൽ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആൺ സുഹൃത്തുമായുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് സംശയം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആദൂർ സ്വദേശിനി രേഷ്മ എന്ന ചിന്നു പാപ്പുവിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉളിയത്തടുക്ക ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുടുംബ പ്രശ്നമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു ചിന്നു പാപ്പു. ഇവർക്ക് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. തനത് കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചിന്നു പാപ്പുവിന്റെ നിരവധി വീഡിയോകൾ വൈറലായിരുന്നു. പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണങ്ങളെയും എല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തിയിരുന്ന യുവതി പ്രൊമോഷൻ വീഡിയോകളും ചെയ്തു വന്നിരുന്നു. അപ്പൊ ഗൈസ് കുറച്ച് കോപ്പച്ചെരു കിട്ടി. നിന്നെ കോപ്പച്ചെരു എന്നും പറയും, കൊല്ലച്ചെരു എന്നും പറയും. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് പറയുന്നു ജസ്റ്റ് കമന്റ് ഇടാം. ഇങ്ങനത്തെ ഒരു മീനൊക്കെ അപ്പൊ ഇതിന്റെ തലയും പാലും കണ്ടാക്കിയിട്ട് നല്ല മസാലയിൽ ഇങ്ങനെ പൊരിച്ചിട്ടെടുത്തേക്ക് എന്താ അപ്പൊ സെറ്റ് സാധനം ഇവിടെ റെഡി ആയിന്. ആഹാ. അപ്പൊ കഴിച്ച് ഞങ്ങളെ കൊല്ലച്ചെരു ഇവിടെ ഫ്രൈ നല്ല എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് എടുത്തിന്. ഇങ്ങനെ തിന്നാലും നല്ല ഉണ്ട് കഴിച്ച്. ഞാൻ മുള്ളു എന്തോ പറയുന്ന ഞാൻ അങ്ങനെ തിന്നാലും മുള്ളു ഇതാക്കലില്ല. അങ്ങ് ഭയങ്കര ഇഷ്ടം. അത് മോയി കുഞ്ഞിട്ട് നല്ല മജാണ്. ലക്ഷക്കണക്കിന് കാഴ്ചക്കാരും ഫോളോവേഴ്സുമായി ഇത്രയും പോപ്പുലറായി നിൽക്കെ യുവതി ജീവനൊടുക്കിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ചോറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ഇട. ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ല വെക്കുന്നത്. പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ടിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.